മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സഭാപ്രകാരം മരണമില്ലാത്തവരും തന്റെ കൃപയാൽ സകല മനുഷ്യരെയും ജീവൻ രക്ഷിക്കും വേണ്ടി വിശുദ്ധ കന്യാമറിയം ജനിച്ച് ഭേദം കൂടാതെ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് രക്ഷപ്പെടാൻ ഞങ്ങളുടെ ഇടത്തെ ചവിട്ടിക്കുന്നവരും വിശ്വാസത്തിലുള്ളവരും തുല്യമായി വന്ദിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മനുഷ്യാലംബരാനെ ഞങ്ങളെല്ലാവരുടെ മേൽ കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ,
മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കേണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിനെ അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം
എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരൻ ആകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അതേ രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ഇതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പിൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ ഓൽമിൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം അവൻ പഠിപ്പിച്ചു. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും എൻ്റെ നാമം നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ കൊണ്ടുപോകുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും.
എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെ മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവീൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉപദേശം ശാസന ശിക്ഷാനീതിരഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ പരമപിതാവേ വേഗം നീ കൃപയാലെ അരുളിയിടേണമെന്നും. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കടങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനും പാപികളുടെ തിരിച്ചുവരവിൽ ഇഷ്ടമുള്ളവനും കുറ്റക്കാരുടെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നവനും വിളിപ്പീ ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവീ ഞാൻ തുറന്ന് എൻ്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിക്കുമെന്നും അരുളി ചെയ്തവനുമായ തനിക്ക് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബകുൽ സുബ്ഹാന ആമീൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാത്തവണ്ണം മായിച്ച് ഇല്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതവണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ
നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനേ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റും. ഓശോ വബുകുല സുബാൽ ആമീൻ. ശക്തിമാനും യോദ്ധാവും ബലവാനും മഹത്വവാനുമായ ദൈവമായ കർത്താവേ, നീ എഴുന്നേറ്റ് ഞങ്ങളെ സഹായിച്ച് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സേനകളിൽ നിന്നും നിന്റെ ബലം കൊണ്ടും ഉന്നതമായ നിന്റെ ഭുജം കൊണ്ടും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, നീ നിന്റെ കൃപയാലും കരുണയാലും വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്തു. നിന്റെ മനുഷ്യ സ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി ശരീരം ധരിച്ചു. ഞങ്ങളുടെ കർത്താവായ കർത്താവേ, നിന്റെ സന്നിധാനത്തിങ്കിൽ നിന്നും നിന്റെ ശ്രേഷ്ഠതയെ ആഘോഷിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിൽ നിന്നും നിന്റെ രഥത്തിൻ കീഴ് പൂട്ടപ്പെട്ടിരിക്കുന്ന നന്നാല് മുഖങ്ങളുമുള്ള ജീവികളിൽ നിന്നും നിന്റെ ദൈവത്വത്തെ സ്തുതിക്കുന്ന മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും കൂട്ടങ്ങളിൽ നിന്ന് നിന്റെ ശക്തിയെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും മഹിമപ്പെടുത്തുകയും ചെയ്യുന്ന ക്രോപേന്മാരുടെ നിരകളിൽ നിന്നും തൻ്റെ ശുദ്ധതയിൽ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്തു ഘോഷിച്ചു ചൊല്ലുന്ന ആറാറു ചിറകുള്ള ശ്രാപേന്മാരിൽ നിന്നും നിന്റെ ജനകന്റെ തത്വത്തോടുകൂടെ നിന്റെ ഭയങ്കരത്വത്തെ ശുശ്രൂഷിക്കുന്ന സകല സൈന്യങ്ങളിൽ നിന്നും ക്രമങ്ങളിൽ നിന്നും കൂട്ടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ തള്ളിക്കളയരുതേ. നിന്റെ രാജ്യത്തിലേക്ക് ഞങ്ങൾ ഓടിയെത്തുവാനായിട്ട് ജീവന്റെയും രക്ഷയുടെയും വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിന്റെ ദയോട് അപേക്ഷിച്ച് പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ.
മോറാനേശു മശിഹ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. മോറാനേശു മശിഹ നിന്റെ കരുണയുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ കടാക്ഷിക്കണമേ. മോറാനേശു മശിഹ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സ്ലീവായുടെ ചിറകിൻ കീഴ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. മോറാനേശു മശിഹ കറുസായുടെ സകല വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പാപത്തിൻ്റെ വീഴ്ചയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും അനർത്ഥങ്ങളുടെ കുഴിയിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുകയും ചെയ്യണമേ. മോറാനേശു മശിഹ സകല ദുർവിചാരങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദൈവദൂഷണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും അറയ്ക്കത്തക്ക ചെളിയും കറയും ഞങ്ങളിൽ നിന്ന് കഴുകിക്കളയുകയും ദുഷ്ടതകളും മലിനതകളും ഞങ്ങളിൽ നിന്ന് തുടച്ചു കളയുകയും ചെയ്യണമേ. മോറാനേശു മശിഹ നിന്റെ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പൂർണരാക്കണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങളെ ധനവാന്മാരാക്കി തീർക്കണമേ. മോറാനേശു മശിഹ സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന നിന്റെ മണവറയിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിന്റെ രാജ്യത്തിന്റെ മക്കളായ തോഴ്മക്കാരോടും വിരുന്നുകാരോടും നിനക്കിഷ്ടന്മാരായ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. നിന്റെ വലത്തുഭാഗത്തുള്ള മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ഞങ്ങളെ ക്രമപ്പെടുത്തണമേ. മോറാനേശു മശിഹ നിന്റെ ശ്രേഷ്ഠത ഉദിക്കുന്ന ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോടും പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങളെ ശോഭിപ്പിക്കുകയും നിന്റെ വലത്തുഭാഗത്തെ ആത്മീകമായ പന്തിയിൽ ഞങ്ങളെ ഇരുത്തുകയും ചെയ്യണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റും. ഓശോ അബകുൽസുബാൻ ആമീൻ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേനെന്നുത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു. നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യത്തിലുള്ള സത്യവും തിരിച്ചനും ശീലാക്കനും തത്വത്തിൽ പാവളയും സൃഷ്ടിക്കും മാതൃമായവനും മനുഷ്യരായ ഞങ്ങൾ രക്ഷിക്കുമേ. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി ശിശുരൂഹായ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ട്
സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്തവനും ജീവിച്ചിരിക്കുന്നവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ പരിപാലിക്കുന്നതുമായ യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട് പിതാവിനോട് സ്തുതിക്കുന്നവരും സംസാരിക്കുന്നതുമായ ജീവൻ വിശുദ്ധികളെയുമായ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. എന്റെ സഹോദരീ സഹോദരന്മാരും പ്രധാനികളുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. സകലത്തിൻ്റെയും ദൈവവും കർത്താവുമായുള്ളവേ, അയോഗ്യരാകുന്ന ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും തത്വത്തിൽ നിന്നോട് ഏകത്വമുള്ളവനുമായ നിന്റെ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റും. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കാരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങളിൽ വസിക്കുകയും താണകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കുക. നിന്റെ സന്നിധിയിൽ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു.
ഹോശോ വബകുല സുബാനില ആമീൻ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനോടവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവ സൃഷ്ടിയുടെയും നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരികളും അശരീരികളുമായ വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും റീശനിവാസന്മാരും സുൽത്താനന്മാരും മൗത്തുബേന്മാരും ആറാവാസന്മാരും കൈലേന്മാരും കണ്ണുകൾ വളരെയുള്ള ക്രോബേന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന് ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുപാടി ചൊല്ലുന്ന ആറാറ് ചിറകുള്ള ശ്രാപ്പന്മാരും സ്തുതിക്കുന്നവനെ നാമും സ്തുതിക്കണം. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാനൊരുങ്ങിയപ്പോ തൻ്റെ തൃക്കൈകളിൽ അപ്പം എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച്
തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്കു കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവേ, ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നീ വിധിച്ച് അവനവന്റെ ക്രിയകൾ പോലെ എല്ലാവനും പ്രതിപാരം ചെയ്യുന്നതായ രണ്ടാമത്തെ നിന്റെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഇതി നിമിത്തം രക്തം കൂടാത്ത യാഗമാകുന്ന ഈ ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്കു തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യുകയും അരുതേ. എന്നാലോ നിന്റെ കരുണകളുടെ ബഹുത്വപ്രകാരം നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്ന ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം പിതാവിനോടും പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ലാബൂ ഖാദമറോ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ അപ്പം നമ്മുടെ കർത്താവേശു മശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവേശു മശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയെ കൈക്കൊള്ളുന്നവരുടെ ദേഹദേഹി ആത്മാക്കളെ നിന്റെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായി തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിപരീതക്കാർ മുഖാന്തരമുള്ള ഇടർച്ചകളിൽ നിന്ന് അവസാനത്തോളം അതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിന്റെ സഭ കരേറ്റും. ഹോശോ വബകുല സുബാനിൽ കർത്താവേ, നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും
ഇനി ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തായി ഞങ്ങളുമായി സംസ്കൃത തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യാക്കീം മാർ കൂർലോസ്, ജോസഫ് മാർ ബർന്നബാസ് എന്നീ സഭൻ മെത്രാപ്പൊലീത്താമാരെയും തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫീലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്കറിയാസ് മാർ അപ്രേ, ജോസഫ് മാർ യുവാനിയോസ്, മാത്യൂസ് മാർ സറാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും കശിശന്മാർ, ശമ്മാശന്മാർ മുതലായി പട്ടത്തിനടുത്ത എല്ലാവരെയും സന്യസ്തർ, സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ എന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്കിൽ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴവരെ നടത്തണമേ. ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചുള്ളമായ വിശുദ്ധ കന്യമറിയാമിനെയും ശുദ്ധിമാന്മാരായ അന്തിമന്മാരെയും സ്ത്രീകന്മാരെയും അറിയിപ്പുകാരെയും ഏവൻഗലിസ്തന്മാരെയും സഹോദയന്മാരെയും മധ്യാനന്മാരെയും സകല പരിശുദ്ധരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, നിക്കിയായാലും കുസന്നോസ് പോലീസിലും എഫോസോസിലും ഉണ്ടായ 3 സിനോദോസുകളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉറപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രവൃത്തിക്ക് ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവമായ കർത്താവേ, അവസാനമില്ലാത്ത ശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പിഴകൾ മായ്ക്കുകയും ഞങ്ങളോട് ന്യായവിസ്താരത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ മുഖപ്രകാശം വിളങ്ങുന്ന സ്ഥലത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിന്റെ സന്നിധിയിൽ കുറ്റമറ്റവൻ ഒരുത്തനുമില്ലാത്തത് കൊണ്ട് അവൻ മുഖാന്തരം കരുണകളും പാപമോചനവും കണ്ടെത്താൻ അവനിൽ മാത്രം ഞങ്ങളും ശരണപ്പെട്ടിരിക്കുന്നു. മേതുലോസേ ഒപിലാ. കർത്താവേ, അവസാനത്തോളം പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പിഴവുകൾ നിമിത്തം ഞങ്ങൾ ലജ്ജിക്കുന്നതിനിടവരാതെ നീ ഇഷ്ടപ്പെടുന്ന സമയത്തും സ്ഥലത്തും വിധത്തിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തോടും കൂടെ ഞങ്ങളെയും ചേർത്തുകൊള്ളണമേ. സകലത്തിലും മാന്യമായതും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവേശു മശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും തിരുനാമങ്ങളോടുകൂടെ സകലത്തിലും എന്ന പോലെ ഈ ശുശ്രൂഷയിലും സർവനേരവും മഹത്വപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ
وبكل سبحان آمين. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ജീവനും വിശുദ്ധിയുള്ള തന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ചെലവഴിക്കാം. ഒരു ദിവസം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമ്മെ ദൈവം ഇടയാക്കിയ വൻകൃപകൾക്കായി ദൈവത്തിന് നന്ദി കരേറ്റാം. നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ അറിയുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ മുൻപാകെ സകലതും അർപ്പിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥനയാൽ ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു വരാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ ആയിരുന്ന ഇടങ്ങളിൽ, സഞ്ചരിച്ച വഴികളിലൊക്കെ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിപ്പാനിടയായി. അമ്മയെപ്പോലെ വഴിതലയ്ക്കൽ നമ്മെ കാത്തിരുന്നൊരു ദൈവം, നമ്മളുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ കരങ്ങളിൽ വഹിച്ച ദൈവം, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മളായിരിക്കുന്ന ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. തലമുറകളായി അനേകം വർഷങ്ങളായി കൈതക്കുഴിയുടെ ഈ പ്രദേശത്ത് നമ്മളെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി കരേറ്റാം. കാലാകാലങ്ങളിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ തൻ്റെ അഭിഷക്തരെ ദൈവം ഒരുക്കുന്ന കൃപയ്ക്കായി ദൈവത്തിന് നന്ദി കരേറ്റാം. അപ്രകാരം നമ്മുടെ ഇടയിലായിരിക്കുന്ന പ്രിയ തോമസ് മാത്യു അച്ഛനെയും കുടുംബത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ മക്കളുടെ ശുശ്രൂഷയെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദൗത്യവുമായി വിവിധ മേഖലകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പട്ടക്കാരെ, സുവിശേഷകരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുന്ന പ്രിയ അലക്സിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പഠനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഈ രാജ്യത്ത് സുവിശേഷം പറയുവാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എപ്രകാരം ഈ സുവിശേഷം പറയണമെന്ന ബോധ്യത്തെ നമ്മുടെ ഉള്ളിൽ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് എൻ്റെ രക്ഷിതാവും എൻ്റെ ദൈവവുമാണെന്ന് ഉറക്കെ പറയുവാൻ ഈ കാലത്തിലും എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ട സിസ്റ്റർ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിന്റെ മക്കളെ കാത്ത ദൈവത്തിനായി സ്തോത്രം കരേറ്റാം. അനീതികളുടെ മുൻപിൽ, ദൈവമേ പീഡനങ്ങൾക്ക് മുൻപിൽ, പ്രതീക്ഷ നൽകാത്ത ഭരണകൂടങ്ങൾക്ക് മുൻപിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ പ്രിയ മക്കളെ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം കരേറ്റാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകരുണ്ടല്ലോ, അവരോട് ചേർന്ന് നിന്ന സഭയുണ്ടല്ലോ. എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലത്തിനനുസൃതമായ ശുശ്രൂഷ ചെയ്യുവാൻ സഭകളെയും സഭകളുടെ നേതാക്കന്മാരെയും നമ്മളെല്ലാവരെയും ഇടയാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ദൗത്യവുമായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏകാന്തത അനുഭവിക്കുന്ന ആടിന്റെ അവസ്ഥ ഞങ്ങൾക്കുണ്ടായാലും ഞങ്ങളെ തേടി വരുന്ന ഒരു ഇടയനുണ്ടെന്ന ബോധ്യത്തിൽ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ശബ്ദങ്ങളും നമുക്കെതിരായി നിന്നാലും കർത്താവ് കാട്ടിത്തന്ന പ്രതിപക്ഷ സ്വരമായി ഇരുപ്പാൻ ജീവിതം കൊണ്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ, അപ്രകാരം ദൈവത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരായി തീരുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഭാഷയിലൂടെ മനുഷ്യർ കേൾക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശരീരത്തെ മെനഞ്ഞ ദൈവം, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കണങ്ങളെ അറിയുന്ന ദൈവം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഭയങ്കരവും അതിശയകരവുമായി നമ്മളെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിനറിയാതെ നമ്മുടെ ശരീരങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ദൈവമേ, രോഗികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസം അവിടുന്ന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം 7-ാം പ്രാർത്ഥനാ കൂട്ടത്തിൽ രോഗിയായി ആശുപത്രിയിൽ ICUയിലായിരിക്കുന്ന പ്രിയ ബേബി തോമസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2-ാം പ്രാർത്ഥനാ കൂട്ടത്തിൽ ജോൺ ജേക്കബിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 6-ാം പ്രാർത്ഥനാ കൂട്ടത്തിൽ സാറാമ ജോർജിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമക്കളെല്ലാവരും ആശുപത്രിയുടെ തണലിലായിരിക്കുമ്പോൾ ഏതൊക്കെ വൈദ്യന്മാർ ചികിത്സിച്ചാലും കർത്താവേ, യഥാർത്ഥ വൈദ്യനായ ദൈവത്തിൻ്റെ സ്പർശനത്താൽ സൗഖ്യവും സമാധാനവും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ മാനസികമായ എല്ലാ സംഘർഷങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അനേകം വ്യഥകളുമായി ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന അനേകം പേരുണ്ടല്ലോ. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമേ എന്നുള്ള ഒരു കരച്ചിലിനാൽ ഇന്ന് ഈ ആരാധനയിൽ ആരെങ്കിലും സംബന്ധിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നു എന്ന ബോധ്യത്തെ ഉള്ളിൽ വഹിപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും, ഏതൊക്കെ ചെന്നായ്ക്കൾ നമ്മുടെ ചുറ്റും കൂടിയാലും, നമ്മളെ തേടി വരുന്ന ഒരു ഇടയനുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിതത്തെ നയിപ്പാൻ നമ്മെ ഇടയാക്കണമേ എന്ന് ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒപ്പമായിരിക്കുന്ന പ്രിയ ജോബിനച്ഛനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എൻ്റെ മകൻ്റെ ശുശ്രൂഷകളെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സംഘർഷഭരിതമായ സമയത്ത് മിഷൻ ഫീൽഡുകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവമേ, നിന്റെ ബലത്താൽ, നിന്റെ അനുഗ്രഹത്താൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ശുശ്രൂഷകളെ നിർവഹിപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണമേ. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിൽ സംഗ്രഹിക്കാം. ക്രൂബന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രാപന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളുടെ 1000-1000-ങ്ങളാലും 10,000-10,000-ങ്ങളാലും പുകഴ്ത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തനിക്ക് അണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലത്തെയും ശുദ്ധീകരിച്ച്
പൂർത്തി വരുത്തുന്നവനുമായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രാജ്യവും ശക്തിയും മഹത്വം ദൈവമായ കർത്താവേ, സഹിക്കാവതല്ലാത്ത പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ പരീക്ഷയ്ക്ക് നീക്കുപോക്കുണ്ടാക്കിക്കൊണ്ട് ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഓശോ വബകുൽ സുബാൻ ഓൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ ധാരാളമായ കരുണകൾക്കായി നോക്കിപ്പാർക്കും നിന്റെ അടിയാർ തങ്ങളുടെ തലകളെ തിരുമുൻപാകെ വണക്കിയിരിക്കുന്നു. വാഴ്വുകൾ നീ അയച്ച് ഞങ്ങൾ എല്ലാവരുടെയും ദേഹദേഹി ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മശിഹായുടെ ജീവകരമായ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബകുൽ സുബാൻ ഓൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നതിനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
വഴിയിലും ഓർത്തവരെ പിന്തുടരേണം. ദൈവാ സുതനവരെ മോക്ഷേ അനുകൂലമാക്കും. നാഥ അനുഗ്രഹിച്ചെന്നെ തുടയ്ക്കണമേ. കുരിയേലായിസോ കുരിയേലായിസോ കുരിയേലായിസോ. എന്റെ സഹോദരീ സഹോദരന്മാരും വാത്സല്യമുള്ളവരുമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ശരണത്തിൽ മൃതരാമിൽ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിൽ ഉണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കേണമേ. സോമൻ കാലോസ് കുരിയേലായിസോ. വലഭാഗത്തിൻ ഉടയോരായ കുഞ്ഞാടുകളോടൊത്തു ഞങ്ങൾ മോദിക്കേണമേ. വരുവീൻ നിങ്ങൾ വിശുദ്ധരോടൊപ്പം നിത്യരാജ്യം അനുഭവിപ്പീനും അരുളും സോരം സ്വന്തം ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത്തുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കും തിരുസന്നിധിയിലുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തേണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരുടെ മേലും അവയെ കൈക്കൊള്ളുന്നവരുടെ മേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരുണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കർത്താവേ
പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗാഗുൽദായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശു മശീഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക. സ്വർഗത്തിന്റെ വീട്ടാം ക്രിസ്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ ആത്മവാരി പെയ്യും ദൈവം കൃപ ചെയ്യും താരം കൊയ്ത്തിനെയും തക്ക കാലത്തിൽ ഋതുകാലത്തിൽ നാം സന്തോഷിച്ചു കൊണ്ടുവന്നിടും ഋതുകാലത്തിൽ നാം സന്തോഷിച്ചു പെറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടും. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മശീഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായി നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബകുല സുബ്ഹാനൽ ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായും ഇടവിടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹോശോ വബകുല സുബ്ഹാനൽ ആമീൻ. അത്യുന്നതങ്ങളിൽ വാസം ചെയ്യും ഈലോയി ദേവാ, തിങ്ങും
അതിനാൽ ഞങ്ങളെ സൂക്ഷിക്കേണമേ. ശോഭിതമാം നിൻ ക്രൂശിൻ നിഴലിൽ ഞങ്ങളെ മറച്ച് കാരുണ്യത്താൽ ഈ കൂട്ടത്തെ വാഴ്ത്തിയിടേണമേ. സഹോദരീ സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നമ്മുടെ കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും നമ്മുടെ കർത്താവിൻ്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലെ പോയി പാർത്ത് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. കുരിശാലും